അസ്സലാമു അലൈക്കും. ഞാൻ ദിനേഷ്, പിന്നെ മാസ്റ്റർ സെക്രട്ടറിയാണ്. ഡോക്ടർ നമ്മുടെ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഈ ചുരുങ്ങിയ കാലയളവിൽ തന്നെ മാസ്റ്റർ ക്ലബ്ബ് ഒട്ടനവധി കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയുണ്ടായി. ആ നിലയിൽ സമൂഹത്തിൻ്റെ നല്ലൊരു അംഗീകാരം നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരുപാട് ആളുകളെ നമ്മൾ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു വയോജന ടൂറിന് നമ്മൾ പ്ലാൻ ചെയ്ത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വയോജനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഓരോ ഡോക്ടേഴ്സ്, അതുപോലെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു ടൂർ പാക്കേജ് നമ്മൾ കൊടുത്തു. അതുപോലെ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് സഹായം, അങ്ങനെ കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വ്യത്യസ്തമായ എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ ആഘോഷങ്ങളും അതൊരു പ്രത്യേക വിഭാഗത്തിന് വിട്ടുകൊടുക്കാതെ എല്ലാവരും പങ്കുചേരുന്ന ഒരു ആഘോഷമാക്കി മാറ്റാനായിട്ട് എല്ലാ കാര്യവും കഴിഞ്ഞിട്ടുണ്ട്. ഇഫ്താർ മീറ്റായാലും ഇതൊക്കെ നമ്മളെല്ലാവരും ഒരു സമൂഹം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. കാരണം ഇന്നത്തെ ഒരു അവസ്ഥ എനിക്കറിയാം, എല്ലാവരും അവരിലേക്ക് ചുരുങ്ങിയാണ്. രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിലൊക്കെ ചുരുങ്ങിയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുക വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ, വ്യത്യസ്ത രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ഇവരെല്ലാവരും ഒരു സമൂഹത്തിന് മാതൃകയായിക്കൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഒരു സമൂഹത്തിന് എങ്ങനെ നിർവഹിച്ച് നയിക്കാം എന്നുള്ളൊരു ഉദ്യമമാണ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. അതിൽ പരിപൂർണമായി വിജയിച്ചു എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ ഓരോ പരിപാടി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് ആരോഗ്യമാണ് വരുന്നത്. അപ്പോൾ ടീച്ചർമാർക്ക് പറഞ്ഞ പോലെ തന്നെ നമുക്ക് മെമ്പർഷിപ്പ് നമ്മൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഡോക്ടർ അബൂബക്കർ സാറ്, അദ്ദേഹം വളരെ എല്ലാ രീതിയിലും ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾക്കൊരു പോസിറ്റീവ് എനർജിയോട് കൂടി ഏറ്റെടുക്കാൻ നമുക്ക് പ്രയോജനം നൽകുന്ന ഒരാളാണ്. അതോടൊപ്പം തന്നെ നമ്മളെല്ലാ മെമ്പർമാരും, ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ജോയിൻറ്റ് സെക്രട്ടറിയായ വൈസ് പ്രസിഡൻ്റായ മൊയ്തീൻ മോമിയോടി, അദ്ദേഹം കോൺഗ്രസിൻ്റെ സേവാദാനിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്. അതുപോലെ നമ്മുടെ റാഫി മോണിയോട്, പിന്നെ നമ്മുടെ OP മുനിയർ, നമ്മുടെ ട്രഷറർ ദീപു, ടീച്ചർ, അങ്ങനെ ഒരുപാട് ആളുകൾ, പേരെടുത്ത് പറയാൻ കഴിയാത്ത രീതിയിൽ അത്രത്തെ ആളുകൾ, സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം ഒത്തുചേർന്ന നല്ലൊരു വിഭവസമൃദ്ധമായ സദ്യയ്ക്ക് സമാനമായ ഒരു കൂട്ടായ്മയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പരിപാടിയിലെ ആളുകളൊക്കെ പങ്കെടുക്കും. ഇപ്പോൾ നിങ്ങളുടെ കഴിയുന്ന എല്ലാ രീതിയിലും മാത്രമല്ല, ടീച്ചർ പറഞ്ഞ പോലെ മാസ് മ്യൂസിക് അക്കാദമിയുടെ മ്യൂസിക് ക്ലാസ്സിലേക്ക് നല്ല പ്രഗത്ഭയായ ടീച്ചർ വെച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മുടെ വളർന്നു കുട്ടികൾക്ക് ഒരു ഊർജ്ജം പകരാനുള്ളൊരു ശ്രമമാണ്. അപ്പോൾ ആ നിലയിൽ എല്ലാ സഹായ സഹകരണങ്ങളും എല്ലാ മാന്യ പ്രേക്ഷകരുടെ ഭാഗത്ത് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞാൻ സാജിദ ടീച്ചറാണ്, മാസ് ക്ലബിലെ ജോയിൻറ്റ് സെക്രട്ടറി. നമ്മുടെ മാസ് ക്ലബ്ബ് ഏകദേശം 2 വർഷത്തോളമാകുന്നു ഇത്തരത്തിലൊരു ജനകീയമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഇതിൻ്റെ പ്രസിഡൻറ്റ് ഡോക്ടർ അബൂബക്കർ സാറാണ്, മുനിയർ നഴ്സിംഗ് ഹോമിലെ MD. അതുപോലെ ഇതിൻ്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട നമ്മുടെ ദിനേശാണ്, അദ്ദേഹം കുന്നത്തുപറമ്പ് CPI-യുടെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. അതുപോലെ വൈസ് പ്രസിഡൻറ്റുമാരായിട്ടുള്ള മൊയ്തീൻ മോമിയോർ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അതുപോലെ OP മുനീർ എന്ന് പറയുന്ന വ്യക്തി ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. ഇങ്ങനെ ഇവിടെ മറ്റുള്ള ഒരുപാട് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ കക്ഷി ഭേദങ്ങൾക്ക് അന്യമായി നിന്നുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു ഇഫ്താർ മീറ്റ് സംഘടിപ്പിക്കുകയാണ്. സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങൾ ഈ ഇഫ്താർ മീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏകദേശം 300ഓളം പേര് വരുന്ന ഒരു അത്രയും ആളുകളാണ് ഇതിൽ പങ്കെടുപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏകദേശം 3 മണി 3:30 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ സമയമാകുമ്പോഴേക്കും എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളുടെ മാസ് ക്ലബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ തനത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു ക്ലബ്ബാണ്. ഒരു മ്യൂസിക് ക്ലബ്ബ് കൂടിയാണിത്. സ്പോർട്സിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ ജനകീയമായിട്ടുള്ള ഒരുപാട് മുന്നേറ്റങ്ങൾ നമ്മുടെ ക്ലബ്ബ് നടത്തിയിട്ടുണ്ട്. അതിലിപ്പോൾ ഏറ്റവും എടുത്തു പറയാവുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ ജിഷ്ണു എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ മജ്ജമാറ്റി വിട്ട ശസ്ത്രക്രിയയുമായി ഞങ്ങളൊരു പാട്ടുവണ്ടി സംഘടിപ്പിക്കുകയും അതിൽ ഒരു നല്ലൊരു സംഖ്യ, ഏകദേശം 1 ലക്ഷത്തോളം രൂപ ഞങ്ങൾ സംഘടിപ്പിച്ച് കൊടുക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരുപാട് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പുസ്തകങ്ങളും കുടകളും വിതരണം ചെയ്യുക, അങ്ങനെയുള്ള നിർധനരായിട്ടുള്ള ആളുകൾക്ക് രോഗത്തിന് സഹായിക്കുക, അങ്ങനെയുള്ള വിവാഹമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സഹായങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മുടെ മാസ് ക്ലബ് എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള സാരഥികളുണ്ട്. ഞങ്ങൾ കുറച്ച് പേര് ഇപ്പോൾ ഉള്ളൂ, എല്ലാവരും നല്ല തിരക്കിലാണ്. പിന്നെ എടുത്തു പറയാവുന്ന മറ്റൊരു കാര്യം, ഞങ്ങളുടെ ക്ലബ്ബിൽ ഏകദേശം 92 മെമ്പർമാരുണ്ട്. എല്ലാവരും സംഗീതവുമായി നല്ല
അഭേദ്യമായ ബന്ധമുള്ളവരാണ്. നല്ല ഗായകരാണ്. പല മേഖലകളിൽ കഴിവ് തെളിയിക്കുന്നവരാണ്. അതിൽ കവികളുണ്ട്, ഗായകരുണ്ട്, പിന്നെ സാധാരണ എഴുത്ത് ആയിട്ട് പോകുന്നവരുണ്ട്, പ്രാസംഗികരുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും കഴിവ് തെളിയിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യഥാർത്ഥത്തിൽ മാസ് ക്ലബ്ബ്. മാസ് ക്ലബ്ബ് തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷം ആയി. അതിൻ്റെ രണ്ടാമത്തെ നോമ്പ് തുറ പരിപാടിയാണ് ഇന്ന് നടക്കുന്നത്. നോമ്പിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം. അത് നോമ്പ് തുടങ്ങിയിട്ടുള്ളത് തന്നെ നമ്മുടെ പൂർവികർ മുസ്ലിം സമുദായത്തിൻ്റെ മുന്നിലുള്ള മതക്കാർ വരെ നോമ്പ് അനുഷ്ഠിക്കുന്നു. ആ നോമ്പ് തന്നെയാണ് നമുക്ക് പഠിച്ചവൻ തിരിച്ചിട്ടുള്ളത്. പക്ഷെ കുറേ മാറ്റങ്ങൾ ചെയ്തിട്ടാണ് നമ്മുടെ നോമ്പും മറ്റ് ആദ്യ പൂർവികരുടെ നോമ്പും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. നമ്മുടെ നോമ്പിൻ്റെ ഉദ്ദേശം തന്നെ എന്താണ്? നമ്മുടെ സഹജീവികളോട് കരുണ കാണിക്കുക എന്നുള്ളതാണ്. നമ്മൾക്ക് പണക്കാർക്കും പണമില്ലാത്തവരും ദാരിദ്ര്യർക്കും എല്ലാവർക്കും നോമ്പ് നിർബന്ധമാണ്. അപ്പോൾ ദരിദ്രരുടെ വിശപ്പ് പണക്കാർ അറിയുക എന്നുള്ള ഒരു ഉദ്ദേശം അതിലുണ്ട്. എന്താണ് വിശപ്പ് എന്ന് പണക്കാർക്ക് അറിയണമെങ്കിൽ നോമ്പ് നോക്കുക തന്നെ വേണം. നോമ്പ് നോറ്റ് കഴിഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യത്തിനും ഒരു മാറ്റം വരും. വിശപ്പുണ്ടായി കഴിഞ്ഞിട്ട് ഹൃദയത്തിൻ്റെ പ്രവർത്തനം വരെ ഒരു നല്ല ആരോഗ്യ രീതിയിലുള്ള പ്രവർത്തനത്തിലേക്കാണ് പിന്നീട്. അപ്പോൾ എല്ലാവരും നോമ്പ് എടുക്കുവാനും അതിൻ്റെ എല്ലാ നിബന്ധനകളോടും കൂടി ആ നോമ്പ് പൂർത്തീകരിക്കുവാനും എല്ലാവർക്കും ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ. അടുത്ത കൊല്ലവും നമ്മുടെ ഈ പരിപാടി നടത്തുവാൻ നമുക്ക് ഹെൽപ്പ് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ആശംസ വഹിക്കുന്നു. മാസ് ക്ലബിൻ്റെ ഈ ഇഫ്താർ പരിപാടിയെ പറ്റി പറയുകയാണെങ്കിൽ, മാസ് ക്ലബ്ബ് ഇഫ്താർ മാത്രമല്ല, നമ്മുടെ എല്ലാ ആഘോഷങ്ങളും, നമ്മുടെ ഇവിടെ നടക്കുന്ന പെരുന്നാൾ, ഓണം, വിഷു, ക്രിസ്മസ്, എല്ലാവിധ എല്ലാ ആഘോഷങ്ങളും നമ്മൾ ഈ മാസ് ക്ലബ്ബ് ആഘോഷിക്കാറുണ്ട്. നോമ്പ് തുറ ഇത് 2ാമത്തെ തവണയാണ് ഈ സമൂഹ നോമ്പ് തുറ. അത് നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ വിഭാഗത്തിലെയും എല്ലാ ആളുകളെയും ഉൾക്കൊണ്ട് എല്ലാവരെയും ഇതിലേക്ക് ക്ഷണിച്ച് ശരിക്കും ഇതൊരു സൗഹാർദ്ദത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ്. മതസൗഹാർദ്ദം, അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള യാതൊരു വിഭാഗീയത ചിന്താഗതി ഇല്ലാതെ ആ ഒരു മാനുഷികമായ പരിഗണന വെച്ചുകൊണ്ട് എല്ലാ ആളുകളെയും ഇതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വളരെ ഭംഗിയായ രീതിയിൽ ഈ നോമ്പുതുറ നടത്തുകയുണ്ടായി. കഴിഞ്ഞ പ്രാവശ്യം വളരെ സക്സസ്ഫുൾ ആയിട്ട് ഈ പരിപാടി നടത്തിയിട്ടുണ്ട്. ഇക്കൊല്ലം വളരെ മനോഹരമായി, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, വളരെ നല്ല ഒരു സെറ്റപ്പിലാണ് ഈ നോമ്പുതുറ ഇവിടെ നടത്തുന്നത്. ബഹുമാനപ്പെട്ട മാസ് ക്ലബിൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അബൂബക്കർ ഡോക്ടറെ നേതൃത്വത്തിലാണ്. അതുപോലെ തന്നെ കുറേ യുവാക്കളും ഒരുപാട് സന്നദ്ധ പ്രവർത്തനത്തിന് തയ്യാറുള്ള ഒരുപാട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മെമ്പർമാരൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചിട്ടാണ് ഈ പരിപാടി ഇത്ര വിജയമാക്കാൻ കഴിയുന്നത്. ഈ നോമ്പുതുറക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.
മാസ് ക്ലബിൻ്റെ ഈ ഇഫ്താർ പരിപാടിയും അതുപോലെ തന്നെ ഈ കൾച്ചറൽ പ്രോഗ്രാം പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷമുണ്ട്. എല്ലാ ക്ലബിൻ്റെ എല്ലാ പരിപാടികളും ഞങ്ങളുടെ കേരള പോലീസിൻ്റെ ബിഗ്